നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 15 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 140 മണ്ഡലങ്ങളിലും പ്രചാരണം കൊഴുപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളും ഓരോ രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകരും. തെക്കൻ കേരളത്തിൻ്റെയും മധ്യ കേരളത്തിൻ്റെയും വടക്കൻ കേരളത്തിൻ്റെയും യഥാർത്ഥ ഗ്രൗണ്ട് റിയാലിറ്റി തെരഞ്ഞെടുപ്പ് ചിത്രം എന്താണ് നമുക്ക് അറിയണ്ടേ? വേഗം നമുക്കൊന്ന് പോയി മടങ്ങി വരാം. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം ചേരും, അതേപോലെ കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയനും തിരുവനന്തപുരത്ത് നിന്ന് ഷെവീദ് റാവുത്തറും ചേരും. ആദ്യം കോഴിക്കോട്ടേക്ക് ദീപക് തർമ്മടം. ഈ വടക്കൻ കേരളത്തിൽ എന്താണ് ചിത്രം? നിങ്ങൾക്ക് 3 പേർക്കും സ്വാഗതം. താങ്ക് യു എസ്. വടക്കൻ കേരളത്തിലായിരിക്കും ഇക്കുറി പോരാട്ടം മുറുകുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു. കാരണം വിവിധ മുന്നണികളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വടക്കൻ കേരളത്തിലാണ്. അതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ നിന്നും ഭൂരിപക്ഷം പിടിക്കുക മാത്രമാണ് ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ചയ്ക്ക് ആവശ്യം. അതുപോലെ തന്നെ UDF-ന് ഭരണമാറ്റമുണ്ടാക്കാൻ ആവശ്യം. BJP-യും അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് മഞ്ചേശ്വരവും ഒന്ന് പാലക്കാടുമാണ്. ഇത് രണ്ടും മലബാറിലാണ്, വടക്കേ മലബാറിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN, ഇന്ന് കോൺഗ്രസിൻ്റെ UDF-ന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കളെ ഇറക്കിയുള്ള വലിയ പ്രചരണം കോഴിക്കോട് നടന്നു. കോഴിക്കോട് മഹാറാലിയായിരുന്നു അവർ ആസൂത്രണം ചെയ്തത്. രാഹുൽ ഗാന്ധി നേരിട്ട് പങ്കെടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ സോണിയാഗാന്ധിയുടെ ആരോഗ്യ നില മോശമായതിനെ തുടർന്ന് അദ്ദേഹം നേരിട്ട് പങ്കെടുത്തില്ല. പക്ഷേ അദ്ദേഹം ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെ കടന്നാക്രമിക്കുകയായിരുന്നു SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.